2 പതിറ്റാണ്ടിനിടെ 32 മരണങ്ങൾ. ജില്ലയിൽ അപകട മരണങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിലൊന്നാണ് വരാപ്പുഴ പാലം. അതിൻ്റെ കാരണങ്ങളും പലതാണ്. അമിത വേഗതയും വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നതുമടക്കം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതിനെക്കുറിച്ച് ഏറ്റവും പറയാൻ അനുയോജ്യമായിട്ടുള്ള ആളുകളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. ഈ വരാപ്പുഴ പാലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴും അപകട മരണങ്ങൾ ഏറെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊന്നാണ്. എല്ലാ മാസവും ഒരു അപകടമെങ്കിലും ഇവിടെ ഉണ്ടാകുന്നത് സ്ഥിരം കാഴ്ചയാണല്ലേ? അതെ അതെ, എല്ലാതും ഇവിടുത്തെ അത്രയും ബ്ലോക്ക് വേറെ ഒരു സ്ഥലത്തും ഉണ്ടാകാൻ സാധ്യതയില്ല. ആ പാലത്തിൻ്റെ അവിടെ ഇപ്പോൾ റോഡ് പണിയും കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും പറയണ്ട, എല്ലാ നേരവും ബ്ലോക്ക് തന്നെയാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഒരു 10 രൂപ പോലും ഓടാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ്. ആദ്യമേ തന്നെ അതിരാവിലെ ഒരു പോലീസുകാരൻ ആരെങ്കിലും ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ കുറച്ചെങ്കിലും ഒരു സ്വല്പം വ്യത്യാസം എന്തെങ്കിലും ബ്ലോക്കിന് ഉണ്ടാവും. പിന്നെ പ്രൈവറ്റ് ബസ്സാണെങ്കിൽ എല്ലാം അതിലേ വന്ന് ഇതേ കയറി വരുമ്പോഴേക്കും എല്ലാം മൊത്തത്തിൽ ബ്ലോക്ക് ആകണേ. ഈ അപകടങ്ങൾക്ക് കാരണം എന്താണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്? ഈ അമിത വേഗതയാണോ, അല്ലെങ്കിൽ ഈ ഓവർടേക്ക് ചെയ്യുന്നതൊക്കെ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അല്ലേ? വഴിയിൽ വീതിയില്ല, വഴിക്കിപ്പോൾ തീരെ വീതി കുറഞ്ഞൊക്കെയല്ലേ. ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഒരു സൈഡിൽ കൂടിയാണ് വണ്ടി പോണത്, വാഹനങ്ങൾ മൊത്തം പോണത് ഒരു സൈഡിൽ കൂടിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ടിട്ടാണ് ഈ വീതി ഇല്ലാത്ത കൊണ്ടിട്ടാണ് ആൾക്കാർ കുത്തിക്കയറ്റും, ബൈക്കുകൾ കൊണ്ടുവന്ന് കുത്തിക്കയറ്റി ആണ് ഈ അപകടങ്ങൾ ഉണ്ടാവുന്നത്. ആൾക്കാർക്ക് ജോലിക്ക് പോകാനായിട്ട് ധൃതിയാണല്ലോ, ധൃതി ആയി കഴിയുമ്പോൾ സ്ഥിരം ഇത് തന്നെ പതിവാണ്, അപകടങ്ങൾ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇരുചക്ര വാഹനങ്ങൾക്കാണ്. ഇരുചക്ര വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നതും. മാസം നോക്കുകയാണെങ്കിൽ തന്നെ ഒരു അപകടമെങ്കിലും വരാപ്പുഴ പാലത്തിൽ ഉണ്ടാവാതെ ഇരുന്നിട്ടില്ല. എപ്പോൾ നോക്കിയാലും അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിരം പാതയായി മാറിയിരിക്കുകയാണല്ലേ? അതെ അതെ അതെ, ഇത് കൂടുതലും ഈ ടൂ വീലറുകാരും ഈ കാറുകാരും കൂടുതലും കുത്തിക്കയറി വരുമ്പോൾ കൂടുതലും അവിടെ നിന്ന് ഇവിടുന്ന് വണ്ടികൾ പോകാൻ പറ്റില്ല. അപ്പോൾ കൂടുതലും ബ്ലോക്കുകളെ ആവുള്ളൂ. അങ്ങനെ ഇത് സാവകാശം 5 മിനിറ്റ് ക്ഷമിച്ചാൽ മതി, ക്ഷമിക്കില്ല. ഈ വഴിക്ക് വന്നാൽ വീതിയും കുറവാണല്ലോ, പിന്നെ അങ്ങനെയൊക്കെ കുത്തിക്കയറ്റി കയറിയൊക്കെ വരുള്ളൂ വണ്ടികളൊക്കെ. കൂടുതലും സമയം ഇതാക്കിയിട്ടുള്ളതാണ് ആൾക്കാർക്ക്. സമയത്ത് ഒരു കൃത്യനിഷ്ഠ പാലിക്കണത് ഇതാണല്ലോ. കുറച്ച് അല്പം വൈകിയാലും അവർ എത്താം വീട്ടിൽ, അങ്ങനെ ചിന്തിക്കുന്നില്ല. പതുക്കെ പോയാൽ മതി. കൂടുതലും ഇങ്ങനെ കുത്തിക്കയറ്റി വരുമ്പോഴേ ബ്ലോക്ക് തന്നെ കൂടുതലും സ്ഥിരം കാഴ്ചയാണത്. ഇതിപ്പോൾ നമുക്ക് എങ്ങനെയൊന്ന് ഈ അപകടമൊക്കെ ഒന്ന് കുറയ്ക്കാനുള്ള എന്തെങ്കിലും വഴികൾ എന്താ ഉള്ളത്? വഴികളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ പാലങ്ങൾക്ക് വീതി കൂട്ടും, ഹൈവേ വീതി കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ. അത് കഴിഞ്ഞാലേ ഇത് പറയാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ റോഡ് പണിയണവരുടെ ലോറികൾ തന്നെ ഭയങ്കര എല്ലാ സ്ഥലത്തും കൊണ്ടുവന്ന് ഒതുക്കിയിട്ടേക്കാണ്, ക്രെയിനായിട്ടും ലോറിയായിട്ടും. അതുകൊണ്ട് തന്നെ ഒട്ടും സ്ഥലമില്ലാതിരിക്കുന്നതാണ്. പിന്നെ ടൂ വീലറാണെങ്കിൽ അപ്പുറത്ത് റൈറ്റ് സൈഡിൽ കയറി വന്ന കാരണം അവിടെ നിന്ന് വരുന്ന വണ്ടിക്ക് ഒന്നും പോകാൻ നിവർത്തിയില്ല, മൊത്തം ബ്ലോക്ക്. അങ്ങനെ ഏറ്റവും കൂടുതൽ ടൂ വീലറാണ്. ഈ അപകട മരണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ സംസ്ഥാന സർക്കാർ ആദ്യം ഇവിടെ ഒരു ക്യാമറ അടക്കം ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ഈ ദേശീയപാതയുടെ പണിയടക്കം വന്ന സമയത്താണ് ഈ ക്യാമറ പിന്നീട് അഴിച്ചു മാറ്റേണ്ട ഒരു നിലയിലേക്ക് വന്നത്. അത് അഴിച്ചു മാറ്റിയതോടെ വീണ്ടും ഈ സ്പീഡ് അമിത വേഗത കൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുമൂലം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് ഇപ്പോൾ സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഈ വരാപ്പുഴ പാലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ബസ്സുകളും ഈ ഓവർടേക്ക് ചെയ്യുന്നതും ഏറ്റവും കൂടുതലാണ്. ഇപ്പോൾ ഈ ബസ്സുകളാണെങ്കിലും ഇരുചക്ര വാഹനങ്ങളാണെങ്കിലും ഈ അമിത വേഗതയിൽ വരുന്നു. കൂടാതെ ഈ ഓവർടേക്ക് ചെയ്ത് പോകാൻ ഒരു മത്സര ഓട്ടം എന്ന് തന്നെ പറയാൻ സാധിക്കില്ലേ? ഈ മത്സര ഓട്ടം മൂലമല്ലേ ഈ ഒരു അപകടങ്ങൾ ഉണ്ടാകുന്നത്? അവർക്ക് ജോലി സ്ഥലത്ത് പഞ്ചിങ്ങാണ്, കറക്റ്റ് ടൈമിന് ചെന്ന് പഞ്ച് ചെയ്തില്ലെങ്കിൽ ജോലിക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഇതിന് വണ്ടിക്ക് ഇത്തിരി സ്പീഡ് കൂടും, കൈയൊക്കെ കൊടുത്ത്. ഇപ്പോൾ കാറാണെങ്കിൽ കാലൊക്കെ കൊടുത്ത് അവർ ഓടിക്കുമ്പോൾ അപകടങ്ങൾ കൂടുതലാണ്. ഒന്നാമത് ഒരു പാലമേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ. ഇനി രണ്ടാമത്തെ പാലം റെഡി ആകുമ്പോഴേ ഇതിൻ്റെ അത് ഒന്ന് കുറഞ്ഞ് കിട്ടുള്ളൂ. ഈ ബ്ലോക്കിൻ്റെയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടണമെങ്കിൽ രണ്ടാമത്തെ പാലം ഉദ്ഘാടനം കഴിയണം. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ നമ്മൾ ചെട്ടിയാം റൂട്ടിലോട്ടുള്ള റൂട്ടാണത്, അത് ബസ് റൂട്ടുള്ളതാണ്. ഇവിടെ ശരിക്കും ഇവിടുത്തെ പഞ്ചായത്തായി വിചാരിച്ചെങ്കിൽ ഇവിടെ ഒരു തുരങ്കം ഉണ്ടാക്കാറുണ്ട്. മാർക്കറ്റൊക്കെ ഉള്ളതാണ്, വരാപ്പുഴ മാർക്കറ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു തുരങ്കം ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ അവിടുത്തെ കച്ചവടങ്ങളൊക്കെ നിൽക്കും, ഞങ്ങളുടെ ഓട്ടങ്ങൾ ഇല്ലാണ്ടാവും. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കാലത്ത് നേരം ഓടാൻ പറ്റില്ല. ഒരു 10 ദിവസം ഓടിയിട്ടില്ല. 11 മണി ആയി. 11 മണിക്ക് ഞങ്ങൾ ഇന്ന് ഓടിയേക്കണം 30 രൂപയാണ്. കാലത്തെ ഇവിടെ ബ്ലോക്കാണ്. ഇവിടെ പോലീസ് വന്നു നിന്നാലും ബ്ലോക്കാണ്. കാരണം വെച്ചാൽ അവർ കൈ കാണിക്കുമ്പോൾ വണ്ടികൾ ചവിട്ടുമ്പോൾ പുറകെ വണ്ടികൾ തന്നെയല്ലേ, ഒരുപാട് വണ്ടികൾ തന്നെയാണ്. അപ്പോൾ അത് ബ്ലോക്കായി മാറും.
പിന്നെ 11 മണി കഴിയും നമ്മളുടെ ഇത് മാറി കിട്ടുമ്പോൾ. ഈ ദേശീയപാതയിൽ ഈ പണിയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നതും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്നത് ഈ ഒരു ബ്ലോക്ക് തന്നെയാണല്ലേ? അതെ അതെ, ഈ ഹൈവേയുടെ പണി തുടങ്ങിയ പിന്നെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇതാകണത്. അവരുടെ വണ്ടികളും പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇറക്കി റോഡ് സൈഡിൽ ഇട്ടിട്ട് റോഡ് കുഞ്ഞിതാകണല്ലേ, ചെറുതായി കഴിയുമ്പോഴേക്കുള്ള ഓട്ടം തീരെ ഇത്. പിന്നെ ഹൈവേ പോലീസ് വന്ന് ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓടാനുള്ള ഒരു സൗകര്യം ഒതുക്കുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞാലും കേൾക്കാത്ത പോലെയാണ് വണ്ടികൾ വരുന്നത്. റോങ് സൈഡ് കയറി വരുള്ളൂ വണ്ടികൾ, ബസ് ആണെങ്കിലും റോങ് സൈഡ് കയറി വരുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വന്ന വണ്ടികളൊക്കെ ബ്ലോക്കാവും. ചുരുങ്ങിയത് 2 മണിക്കൂറൊക്കെ ഇവിടെ കിടക്കുകയാണ് വണ്ടി, അനങ്ങാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഒരു ഇഞ്ച് സ്ഥലമില്ലാണ്ട് ബൈക്കും ആരും കുത്തിക്കയറ്റി അവിടെ വെക്കും, വണ്ടി പോകില്ല. ഈ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാവുന്ന സമയം എപ്പോഴാ? സമയം രാവിലെ ഒരു 7 മണി കഴിഞ്ഞാൽ തന്നെ ബ്ലോക്ക് ആയിക്കോളൂ. ഞങ്ങളിവിടെ ഒരു 10 മണി വരെ ഇവിടെ വണ്ടി മാറ്റിയൊക്കെ ഇടേണ്ടി വരും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര നേരം ഈ ബ്ലോക്ക് ഇങ്ങനെ നിൽക്കാറുണ്ട്? രാവിലെ 7 മണി തുടങ്ങി കഴിഞ്ഞാൽ 11 മണി വരെയും ബ്ലോക്കാണ്. 11 മണി ആയി കഴിയുമ്പോൾ ഒരു ശാന്തതാവും. അല്ലാണ്ട് എന്ത് പോലീസ് നിന്നാലും അവർക്കൊരു പരിധിയില്ലേ. ഇത് വണ്ടികൾ ത്വര വന്നുകൊണ്ടിരിക്കുകയാണ്. വഴിക്ക് വീതിയില്ലാത്ത കാരണം കൊണ്ടിട്ടാണ് ഈ ബ്ലോക്ക് വന്നത്. പിന്നെ അവരുടെ പണിക്ക് ഇപ്പോൾ കോൺക്രീറ്റ് അടക്കുകയാണെങ്കിൽ ഒരു 3-4 വണ്ടി കോൺക്രീറ്റ് വണ്ടി വന്ന് കിടന്നു കഴിഞ്ഞാൽ തീർന്നു, പരിപാടി കഴിഞ്ഞു. പിന്നെ ഇവിടുന്ന് ഒരാൾക്ക് അനങ്ങാൻ പറ്റില്ല, അത്രയും ബ്ലോക്കാണ്. ഈ വരാപ്പുഴ പാലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ബ്ലോക്ക് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ, കൂടാതെ ഏകദേശം മണിക്കൂറുകളോളം ഈ ആളുകളടക്കം ഈ ബ്ലോക്കിൽ നിന്ന് കഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ അതിന് പുറമെയാണ് ഈ അപകട മരണങ്ങളും തുടർക്കഥയാകുന്നത്. 32 മരണങ്ങൾ ഈ പാലത്തിൽ തന്നെ ഉണ്ടാകുന്നു. അതും ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർക്കാണ്. പ്രധാനമായും ഈ അമിത വേഗത തന്നെയാണ് ഈ അപകട മരണങ്ങൾക്കടക്കം കാരണമെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. കൂടാതെ ഈ ഇപ്പോൾ നടക്കുന്ന പണി അടക്കം തന്നെ തുടരുന്ന സാഹചര്യത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്നു, ഏകദേശം മണിക്കൂറുകളോളം ബ്ലോക്കുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന കാര്യം. ഇതിലൊരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടി വേണമെന്നാണ് നാട്ടുകാരടക്കം ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.